പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി താനൂർ GMLP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന്റെയും ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാറ്റം മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മിക്ക വിദ്യാലയങ്ങളും മികവിന്റെ പാതയിലാണ്. കേരളത്തിൽ ആദ്യമായി വനനിരീക്ഷണ കേന്ദ്രം താനൂർ ഫിഷറീസ് സ്കൂളിൽ സ്ഥാപിതമാവുകയാണ്. ഒപ്പം തന്നെ അപൂർവ ഇനം മത്സ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജില്ലയിലെ ഏറ്റവും വലിയ അക്വേറിയവും ഫിഷറീസ് സ്കൂളിൽ ഒരുങ്ങുന്നുണ്ട്. കൂടാതെ കായികമേള നടത്താൻ ഒതുങ്ങുന്ന രീതിയിൽ വിസ്താരമുള്ള സ്റ്റേഡിയം ഇവിടെ ഒരുങ്ങും. ഇത്തരത്തിൽ തീരദേശ മേഖലയിലെ LP UP വിദ്യാലയങ്ങൾക്കു മാത്രം 4 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ സ്കൂളുകൾക്കായി 200 കോടി രൂപ ചെലവിട്ടു. താനൂർ ഗവൺമെന്റ് കോളേജിൽ 32 കോടി രൂപയുടെ പദ്ധതികളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എടക്കാട്ടുപുറം GLPSൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന് മുകളിലേക്ക് പുതിയ 3 ക്ലാസ് റൂം കം ഹാൾ നിർമ്മിക്കുന്നതിലേക്കായി 60 ലക്ഷം രൂപ അനുവദിച്ചതായും പെൺകുട്ടികൾക്കായി പ്രത്യേകം ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. 1 കോടി രൂപ വകയിരുത്തിയാണ് എടക്കാട്ടുപുറം GMLP സ്കൂളിലെ 3 ക്ലാസ് മുറികളും ശുചിമുറികളും അടങ്ങുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം ചെലവിട്ട് ചുറ്റുമതിലോടുകൂടിയ കവാടവും നിർമ്മിച്ചു. ചടങ്ങിൽ LSS വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. സ്കൂൾ HM ലാൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ താനൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷതയായിരുന്നു. പരപ്പനങ്ങാടി PWD ബിൽഡിംഗ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്ലത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുസ്തഫ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T രാധിക, കൗൺസിലർമാരായ CP നജ്മത്ത്, PT അക്ബർ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, താനൂർ AEO ശ്രീജ, താനൂർ BPCN റിയോൺ ആന്റണി, സ്കൂൾ മുൻ പ്രധാന അധ്യാപിക MK ഷീജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയും നല്ല രീതിയിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ നമ്മുടെ പുതിയ തലമുറക്ക്, നമ്മുടെ കുട്ടികൾക്ക്, പുതിയ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണുള്ളത്. അതോടൊപ്പം തന്നെ നിൽക്കാം തീരദേശ പ്രദേശങ്ങളിലുള്ള ഈ വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ അധ്യയനത്തിലും അധ്യാപനത്തിലും ഒക്കെ തന്നെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ പഴയ പോലെയല്ല. ഈ ചാനൽ ന്യൂസ് താനൂർ. ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. HUID സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ, പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ, ഒരേ വില ഓരോ ഉപഭോക്താവിനും. ഡയമണ്ട്സ്, സ്റ്റോൺസ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില. കൃത്യമായ ബിൽ, വ്യക്തമായ വിവരങ്ങൾ. കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.